വ്യാവസായിക മേഖലയിൽ ഒരു യുഗപരിവർത്തനമായി 4 കോഡുകൾ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം വ്യാവസായിക മേഖലയെ, തൊഴിലാളികളെയും തൊഴിലുടമകളെയും എല്ലാ വിധത്തിലും സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന 4 കോഡുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കാലങ്ങളായി പരസ്പര ബന്ധമില്ലാതെയും അനർത്ഥമായും കിടക്കുന്ന പലവിധ കോഡുകൾക്കും അതീതമായി പുതിയ 4 കോഡുകൾ നമുക്ക് പരിചയപ്പെടാം. ഈ 4 കോഡുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒന്നാമത്തേത് സാലറി കോഡ്, രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, മൂന്നാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, നാലാമത്തേത് ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ്. ഇവയാണ് ഈ 4 കോഡുകൾ. തൊഴിലാളികളെയും തൊഴിൽ ഉടമകളെയും ഒരുപോലെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ഈ 4 കോഡുകളെ നമുക്കൊന്ന് വിശദീകരിക്കാം. അതെ, ഒന്നാമതായി സാലറി കോഡ്. എന്താണ് സാലറി കോഡിൽ പറയുന്നത്? ആദ്യത്തെ കോഡായ സാലറി കോഡിൽ പറയുന്നത് ഒരു മിനിമം വേജ് അവിടെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൽ ഏതൊരു സംസ്ഥാനത്തിനും അതിലൊരു ഇടപെടലും വരുത്താൻ കഴിയില്ല. രണ്ടാമതായിട്ട് പറയുന്നത് ഇതൊരു ടൈം ബോണ്ട് ഉണ്ട്. ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് കൊടുക്കണം. ഒരു മാസത്തിൽ 7-ാം തീയതി ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാ തൊഴിലാളികൾക്കും അവരുടെ വേതനം കൊടുത്തിരിക്കണം. മൂന്നാമതായിട്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ PF, ESI അതുപോലെ പെൻഷൻ ഇതെല്ലാം ഒരു സാലറിയുടെ 50% കൂടാൻ പാടില്ല. അതെ, ഇതിൽ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇത് രൂപീകരിച്ചിട്ടുള്ളതെന്ന് അവർക്ക് അവകാശപ്പെടുന്നു. രണ്ടാമത്തെ കോഡായ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിൽ എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിൽ എന്താന്ന് പറയുന്നത് വെച്ചാൽ മുമ്പെല്ലാം 100 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ മാത്രമേ സർക്കാരിന്റെ അനുമതി കൂടാതെ എംപ്ലോയീസിനെ പിരിച്ചിടാൻ പാടുള്ളായിരുന്നു. ഇപ്പോൾ അതെന്താക്കിയിട്ടുണ്ട്, 300 എംപ്ലോയീസിന് താഴെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് 300-ൽ താഴെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ സർക്കാരിന്റെ അനുമതി കൂടാതെ ഇപ്പോൾ എംപ്ലോയീസിനെ നമുക്ക് പിരിച്ചുവിടാൻ കഴിയും. അതുപോലെ തന്നെ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിന് മാത്രമേ ആദ്യം ഗ്രാറ്റുവിറ്റി കൊടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ അത് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിന് വരെ ഇതെന്ത് കൊടുക്കാം, നമുക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഈ ഒരു കോഡ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നടപടികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സിംഗിൾ രജിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരു പാൻ ഇന്ത്യൻ ലൈസൻസും ഒരു രജിസ്ട്രേഷനും 1 വർഷത്തെ റിട്ടേണും കാണിച്ചാൽ മതി. ഇത് തൊഴിലുടമകൾക്ക് നല്ലൊരു ചെലവ് കുറക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കോഡാണ് സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. അതിനെക്കുറിച്ച് എന്താണ് ഷെമീമിന് പറയുന്നത്? സോഷ്യൽ സെക്യൂരിറ്റി കോഡ് അഥവാ സാമൂഹിക സുരക്ഷാ നടപടി. അത് പറയുന്നത് ഗിഗ് വർക്കേഴ്സ്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്നീ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം മെറ്റേണിറ്റി ലീവ്, അതുപോലെ തന്നെ പെൻഷൻ, PF, ESI എന്നിവയെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഈ നടപടി നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി, അതുപോലെ തന്നെ റൈറ്റ് ഹീലിംഗ് പ്ലാറ്റ്ഫോം എന്നീ മേഖലകളെല്ലാം അവരുടെ ഒരു വാർഷിക വിറ്റ് വരുമാനത്തിന്റെ 1 മുതൽ 2% വരെ ഈ കോഡിലേക്ക്, സെക്യൂരിറ്റി കോഡിലേക്ക് നൽകണമെന്നും ഈ നടപടി അനുശാസിക്കുന്നു. അവസാനമായി 4ാമത്തെ കോഡായിട്ടുള്ള ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് എന്താണെന്ന് കേട്ടു. 4ാമത്തെ കോഡിൽ പറയുന്നത് തൊഴിലാളികൾക്ക് സേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ തൊഴിലാളികളുടെയും വർക്ക് ടൈം എന്ന് പറയുന്നത് ഒരു ദിവസം 8 മുതൽ 12 മണിക്കൂർ വരെയാണ്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 48 മണിക്കൂറായി നമുക്ക് ഇതിനെ കണക്കാക്കപ്പെടാം. പിന്നെ ഇത്തരത്തിലൊരു വർക്കിംഗ് ടൈം കൊടുക്കുമ്പോൾ, അതായത് 8 to 12 hours എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹാഫ് ഡേ ഒക്കെ ഒരു ദിവസത്തിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ സ്ത്രീകൾക്ക് അതിൽ വല്ല കൺസിഡറേഷനോ റിഡക്ഷനോ എന്തെങ്കിലും ഈ കോഡിലൂടെ പറയുന്നുണ്ട്? സ്ത്രീകളെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഈ ഒരു ഇതിന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു സ്ത്രീയുടെ എന്താണ് പെർമിഷൻ വേണം. ആ ഒരു തൊഴിലുടമ ആ ഒരു സ്ത്രീയുടെ പെർമിഷനും അതുപോലെ തന്നെ ആ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതിൽ സേഫ്റ്റിയും ആ ഒരു തൊഴിലുടമ ഒരു സ്ത്രീക്ക് നൽകുകയാണെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്രദമാണ്. അതായത് 8 മുതൽ 12 hours വരെ ഉള്ളിലുള്ള സമയത്തിന്റെ ഇടയിൽ നൈറ്റ് ഉൾക്കൊള്ളുകയാണെങ്കിൽ അവർക്ക് ആ ലേഡിയുടെ ലേബറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ വർക്ക് ചെയ്യേണ്ട കാര്യം അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവരോട് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ അവർക്കൊരു സേഫ്റ്റി കൂടെ കൊടുക്കുകയാണെങ്കിൽ, നൈറ്റ് ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ കമ്പനി സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 40 വയസ്സിന് മുകളിലുള്ള ഒരു തൊഴിലാളി അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നും ഈ ഒരു കോഡിൽ പറയുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ തൊഴിൽ മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള കോഡുകളെ സർക്കാർ ഇറക്കി വിടുമ്പോൾ
അത്തരത്തിലുള്ള കോഡുകളെ പറ്റി നാം ചർച്ച ചെയ്യുമ്പോൾ ഈ കോഡുകളെല്ലാം ശരിക്കും ഉപകാരപ്പെടുന്നത് തൊഴിലാളികൾക്കോ തൊഴിലുടമകൾക്കോ?